ഹലോ എവ്രി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ബോത്ത് ഇൻഡെക്സ് അനലൈസിസ് ചെയ്യും. ഈ അനലൈസിസ് നമ്മുടെ നാളത്തേക്കുള്ള അനലൈസിസ് ആണ്. മീൻസ് എക്സ്പയറി അനലൈസിസ് ആയിരിക്കും. നിഫ്റ്റി എക്സ്പയറി അനലൈസിസ് തേഴ്സ്ഡേ ആണ്. സോ അനലൈസിസ് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, മെരി ക്രിസ്മസ്. ഓക്കെ. പിന്നെ എനിക്ക് 2-3 ദിവസം സുഖം ഉണ്ടായിരുന്നില്ല. 2-3 ഫാമിലി ഫങ്ഷൻസ് ഉണ്ടായിരുന്നു. സോ ഇത്തിരി വയ്യാതായിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോ ഉണ്ടാക്കാൻ പറ്റിയില്ല പ്രോപ്പർലി. സോ ഇന്നെന്തായാലും ഐ തിങ്ക് നല്ല ഒരു അനലൈസിസ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യും. ഫസ്റ്റ് ഇത്രയൊക്കെയാണ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഐ തിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇപ്പം അത്രയും കോൺഫിഡൻസ് ഇല്ല സൗണ്ടിൽ എന്തായാലും. എന്നുവെച്ചാൽ ഒരു മാറിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ലാസ്റ്റ് വീഡിയോ ഐ തിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ട്രെൻഡ് ലൈൻ ലാസ്റ്റ് വീക്കിൽ നോക്കുകയാണെങ്കിൽ, കാരണം എന്ന് വെച്ചാൽ എൻ്റെ എക്സ്പെക്റ്റേഷൻ ഇത് തന്നെയാണ്. കുറച്ച് ദിവസം മാർക്കറ്റ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ അകത്ത് തന്നെ കൺസോളിഡേഷൻ ഉണ്ടാവും. ട്രയാങ്കിൾ കാണാൻ പറ്റുമല്ലോ. ഇത് താഴത്തെ സപ്പോർട്ട് ലൈൻ, മുകളിലെ റെസിസ്റ്റൻസ് ലൈൻ. ഇതിൻ്റെ അകത്ത് ഒരു കൺസോളിഡേഷൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇതിനകത്ത് ഈ ഒരു കുറച്ച് ദിവസം ഇതിൻ്റെ അകത്ത് തന്നെയാണ് എക്സ്പെക്റ്റേഷൻ. ദാറ്റ് മീൻസ് പ്രൈസ് കുറച്ചുകൂടി താഴേക്ക് വന്നാലും ഈ ഒരു ഗ്രീൻ ബോക്സാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഈ ഗ്രീൻ ബോക്സിൻ്റെ അടുത്ത് വന്നാലും സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലേക്ക് കയറാനുള്ള ചാൻസസ് ഉണ്ടാകും. മുകളിലേക്ക് പോയാലും ഈ ഒരു 24,405 ആ ഒരു റേഞ്ചിൻ്റെ ഒക്കെ തന്നെയാണ് എക്സ്പെക്റ്റേഷൻ വരുന്നത് അപ്കമിങ് ഡേയ്സിൽ. ഓക്കെ. ഈ ഒരു ലോഡ് ബിലോ പ്രൈസ് പോയില്ലെങ്കിൽ മാത്രമേ കേട്ടോ. കാരണം ഇപ്പോൾ ട്രയാങ്കിളിൻ്റെ അകത്താണ്. ദാറ്റ് മീൻസ് ട്രയാങ്കിളിൻ്റെ അകത്ത് തന്നെയാണ് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോ ബ്രേക്ക് ചെയ്യാതെ, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാതെ അവർ ഐ തിങ്ക് ട്രൈ ചെയ്യും അങ്ങനെ തന്നെ. ഓക്കെ. സോ ഇനി പറയാനുള്ളത് എനിക്ക് പ്രൈസ് 1 hour ചാർട്ടിൽ ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനാണ്. താഴെ ഇവിടെ ഞാൻ ഓർഡർ ബ്ലോക്ക് OB കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രീൻ കളറുടെ കണ്ടോ, ഈ ഒരു ഗ്രീൻ കളർ OB കൊടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്. സോ പ്രൈസ് ഇവിടെ വന്നിട്ട് വീണ്ടും OBന് സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലേക്ക് കയറിയേക്കണേ. ഓക്കെ. പെർഫെക്റ്റാണ്. സ്റ്റിൽ ആ OB ഇതിനകത്തുണ്ട്, അതവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി സ്മോൾ ടൈം ഫ്രെയിമിൽ നമുക്ക് പോകാം. 50 minutes ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാനുള്ളത് നിയറസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് തന്നെയാണ്, 23,860. ഓക്കെ. റെസിസ്റ്റൻസ് ആണ് 23,860 ആൻഡ് സപ്പോർട്ട് സോൺ വരുന്നത് നമ്മുടെ നിയറസ്റ്റ് ഈ ഒരു ലോ. ഓക്കെ. ഇതൊരു സപ്പോർട്ടായിട്ട് 23,640. ഓക്കെ. സോ ഇതിൻ്റെ പ്രൈസിൻ്റെ അകത്താണെങ്കിൽ വലിയൊരു മൂവ്മെൻറ്റ് കാണില്ല. ജസ്റ്റ് പ്രീമിയം ഈട്ടിങ് തന്നെ ആയിരിക്കുള്ളൂ. ഓക്കെ. നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ചെറിയ ഒരു ഫിബനാച്ചി വെച്ച് ചെറിയൊരു ടൈം ഫ്രെയിം 50 minutes ടൈം ഫ്രെയിമിൽ ഇത് കണ്ടോ. സോ പ്രൈസ് സ്റ്റിൽ ബുള്ളിഷ് തന്നെയാണ്, ബട്ട് ബിയറിഷ് സോണിലേക്ക് വന്നിട്ടില്ല. ഇത് കണ്ടോ. സോ ഇനി പറയാനുള്ളത് പ്രൈസ് നമ്മുടെ 15 minutes ടൈം ഫ്രെയിമിൽ ഇവിടെ സപ്പോർട്ട് എടുത്ത് 1, 2, 3 and 4 ഇനി കുറച്ചുകൂടി താഴേക്ക് വരാനുള്ളത് ആണ്. ഇപ്പോൾ ഈ ഫിബനാച്ചി നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് മേ ബി ചെറിയൊരു വീക്ക്നെസ് കാണുന്നുണ്ട്. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ വീണ്ടും താഴെ ബൈങ് സോണിലേക്ക് വരുള്ളൂ. സോ പിന്നെ ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ കൂടി ഉണ്ടാകും. സോ നോക്കിയിട്ട് വേണം നമ്മൾ ഷോർട്ട് ചെയ്യാൻ. ഓക്കെ. PE എടുക്കുമ്പോഴത്തേക്ക് നോക്കിയിട്ട് വേണം PE നമ്മൾ എടുക്കാൻ. ഈ ഒരു 645 ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ താഴത്തെ ലെവൽസ് നമുക്ക് കിട്ടും. ഓക്കെ. ബട്ട് നോക്കിയിട്ട് വേണം നമ്മൾ അതൊക്കെ എല്ലാം കൂടി താഴത്തെ ലെവൽ ഈ ഒരു ലോ എന്തായാലും മാർക്ക് ചെയ്യണം. ഓക്കെ. ഈ ഒരു ലോ എന്തായാലും മാർക്ക് ചെയ്ത് വെച്ചേക്കണം. അത് സപ്പോർട്ട് സോൺ തന്നെയാണ് 23,540. ഓക്കെ. അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരും. പക്ഷേ ഈ ഒരു സോൺ ഫുൾ ബൈങ് സോൺ തന്നെയാണ്. ഇതിൻ്റെ ബിലോ, ഈ ബോക്സിൻ്റെ ബിലോ പ്രൈസ് സസ്റ്റെയിൻ ആവാൻ തുടങ്ങി അപ്പോഴാണ് ഫർദർ ബിയറിഷ്നെസ് വരുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ഇവിടുന്ന് അടിച്ച് കയറ്റും മുകളിലേക്ക്. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. സോ ബിയറിഷ് സൈഡ് ഒത്തിരി ആവേണ്ട. ഓക്കെ. ബിയറിഷ് സൈഡ് ഒത്തിരി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട. ബുള്ളിഷ് സൈഡ് തന്നെ അപ്കമിങ് ഡേയ്സ് ആവാം. നമുക്ക് ചിലപ്പോൾ ആവാനുള്ള ചാൻസസ് കൂടുതലുണ്ടാകും. ബ്രേക്ക് 23,440 ഈ ഒരു ബോക്സിൻ്റെ ലോ, അതിൻ്റെ ബിലോ പോയാൽ ദാറ്റ് മീൻസ് അപ്പോഴാണ് നമുക്ക് ഫർദർ വീക്ക്നെസ്, ഓവറോൾ സ്ട്രക്ചറലി വീക്ക്നെസ് കാണുകയുള്ളൂ. അല്ലെങ്കിൽ ആ ഈ ഗ്രീൻ ബോക്സ് ഹോൾഡ് ചെയ്താൽ ദാറ്റ് മീൻസ് പ്രൈസ് തിരിച്ച് കയറാനുള്ള ചാൻസസ് ഉണ്ടാവും. റെസിസ്റ്റൻസ് ബാക്കി പ്രോപ്പർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നുണ്ട്. ബുള്ളിഷ്നെസ് സ്മോൾ ടൈം ഫ്രെയിം ബുള്ളിഷ്നെസ് കിട്ടുന്നത് 23,865 ഈ ഒരു ഹൈ. ഇത് കണ്ടോ, ഈ ഒരു ഹൈയുടെ അബവ് പ്രൈസ് സസ്റ്റെയിൻ തുടങ്ങിയാൽ മാത്രമേ ഫർദർ അപ്സൈഡ് കാണുകയുള്ളൂ. ബട്ട് അവിടുന്ന് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും. ഒരു കാര്യം എടുത്ത് പറയാനുള്ളതാണ്, എക്സ്പയറീസ് ഇപ്പോൾ നിങ്ങൾക്ക് ഐ തിങ്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. എക്സ്പയറീസിൽ മൂവ് ഇപ്പോൾ വളരെ കുറവാണ്. സോ ഈ തേഴ്സ്ഡേ എക്സ്പയറിയിൽ
പ്രീമിയം മീറ്റിംഗ് ഓർ ചെറിയ സ്മോൾ മൂവ്സ് മാത്രമേ അതിനകത്ത് കാണുന്നുള്ളൂ. മേ ബി പമ്പ് ആൻഡ് ഡംപ് സ്മോൾ ചെറിയ മൂവ്, വലിയ മൂവ് കാണത്തില്ല. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു വീക്ക് ഐ തിങ്ക് ഈ വീക്ക് മാത്രമേ ഉള്ളൂ ലോട്ട് സൈഡ് 25 അല്ലെങ്കിൽ ഈ എക്സ്പയറി ആയതുകൊണ്ട് 25. സോ മേ ബി നെക്സ്റ്റ് ഫ്രൈഡേ മുതലായിരിക്കും ശരിക്കും ഒരു മൂവ് തരാൻ പോകും. നെക്സ്റ്റ് ഫ്രൈഡേ ദിസ് മീൻസ് ഈ ഒരു എക്സ്പയറി കഴിഞ്ഞിട്ട്. ഓക്കെ, ഈ എക്സ്പയറി നാളെ അല്ലേ നമ്മളെ എക്സ്പയറി തേഴ്സ്ഡേ, ഫ്രൈഡേ മുതലായിരിക്കും ചിലപ്പോൾ അവർ ട്രേഡിൽ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് തരാൻ പോകുന്നത്. അപ്പോൾ കാരണം ലാസ്റ്റ് എക്സ്പയറി ചെയ്യാൻ 25 ലോട്ടുണ്ട്. സോ ഒരു മാക്സിമം അവർ ട്രൈ ചെയ്യും ഈ പ്രീമിയം മീറ്റിംഗ് നടത്താൻ. സ്മോളർ സൈസ് ആണല്ലോ, മനസ്സിലായോ? അതാണ് അവരുടെ ഒരു ട്രാപ്പിംഗ് ആയിരിക്കുള്ളൂ. പിന്നെ റെസിസ്റ്റൻസ് ലൈൻ ഇതൊക്കെ എല്ലാം ഇതിൻ്റെ അബവ്, ഈ ഒരു ലൈൻ വരുന്നുണ്ടല്ലോ നമ്മുടെ, ഇതിൻ്റെ അബവ് മാത്രം പോയാൽ ഈ ഒരു ഇവിടുന്ന് ഒരു ബ്ലൂ ട്രെൻഡ് ലൈൻ ഇതിൻ്റെ അബവ് മാത്രം പോയാൽ ഫർദർ അപ്സൈഡ് നമുക്ക് ഇതുവരെ കിട്ടുള്ളൂ. ഓക്കെ, ഫ്രൈഡേ ഈ തേഴ്സ്ഡേ എക്സ്പയറിയിൽ വലിയ മൂവ് ഞാൻ കാണുന്നില്ല. ചെറിയ സ്മോൾ സ്കാൽപ്പ് നമുക്ക് എടുക്കാം, അത്ര നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി വേറെ ഇതിനകത്ത് ഒരു പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ബാങ്ക് നിഫ്റ്റി പോകാം. ബാങ്ക് നിഫ്റ്റി പോകുന്നതിന് മുന്നേ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കൂടി ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബാങ്ക് നിഫ്റ്റിയിൽ ഫുള്ളി പ്രീമിയം മീറ്റിംഗ് തന്നെ ആയിരുന്നുള്ളൂ. ഇനി വീക്ക്നെസ് ഈ ഒരു ലോഡ് ബിലോ തന്നെ 51,125 ഇതിൻ്റെ ബിലോ തന്നെ ഒരു ഇത് കാണത്തുള്ളൂ കേട്ടോ. പ്രൈസ് ഭയങ്കരമായിട്ട് അവർ സ്ക്വീസ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ബാങ്ക് നിഫ്റ്റിയിൽ. ഫർദർ ഒരു മൂവ് ഐ തിങ്ക് അടുത്ത് തന്നെ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. ഹോപ്പ്ഫുള്ളി ഒരു ട്രയാങ്കിൾ പാറ്റേണാണ് ഇത് കാണുന്നത്. കണ്ട, ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ പാറ്റേണാണ് ഇപ്പോൾ ഈ ബാങ്ക് നിഫ്റ്റി ആയി കിടക്കുന്നത്. സൈഡ് വേസ് ആണ്, ബട്ട് ഒരു മൂവ് അടുത്ത് തന്നെ ഒരു മൂവ് നമുക്ക് കിട്ടും. 51,500 റെസിസ്റ്റൻസ്. അപ്പോൾ ഓവറോൾ സ്ട്രക്ചറിൽ എന്തെങ്കിലും ബിഗ് മൂവ് വരാനുണ്ടെങ്കിൽ 51,500 അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയാൽ മാത്രമേ ആ ഒരു അപ്സൈഡ് ഓർ ബിലോ 51,125 120 51,120 ബിലോ മാത്രമേ ഒരു താഴത്തേക്ക് ഒരു മൂവ് കിട്ടുള്ളൂ. അത് ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടോ? ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യണം. ഈ ഗ്യാപ്പ് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബിലോ പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ലോ ബ്രീച്ച് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, സോ ഐ ഫീൽ ഫസ്റ്റ് ഡൗൺ മൂവ് വരേണ്ടതാണ്. രണ്ട് ഇൻഡെക്സിൽ അങ്ങനെ എനിക്ക് തോന്നുന്നത്. ഡൗൺ മൂവ് വന്ന് കഴിഞ്ഞിട്ടാണ് ബാക്കി കുറച്ചുകൂടി പ്രൈസിൽ സ്ട്രെങ്ത് കാണുകയുള്ളൂ. അല്ലെങ്കിൽ ഈ സ്ട്രെങ്ത് ഇപ്പോൾ കാണുന്നില്ല. പ്രൈസിൽ ഒന്നും നോക്കുകയാണെങ്കിൽ ഇല്ല, സ്ട്രെങ്ത് അങ്ങനെ കാണുന്നില്ല. ബാക്കി എന്തെങ്കിലും ന്യൂസ് ബേസ്ഡ് എന്തെങ്കിലും കാരണം ഫൈസിൻ്റെ പൊസിഷൻസ് വളരെ കുറവായിരിക്കും ഈ വീക്ക്. എന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്മസ് ആണ്. സോ അവിടെ US ഒക്കെ ഫുള്ള് ക്ലോസ്ഡ് ആയിരിക്കും. അവിടെ വീക്കെൻഡിലായിരിക്കും. പിന്നെ ന്യൂ ഇയർ വീക്കെൻഡാണ്. അങ്ങനെയാണ് യൂഷ്വലി ഉണ്ടാവുക. വോള്യൂം വളരെ കുറവായിരിക്കും. അതാണ് ഞാനും ട്രേഡിൽ അത്ര വലിയ ഇൻട്രസ്റ്റഡ് അല്ല ഇപ്പോൾ. എന്ന് വെച്ചാൽ വോല്യൂം ഉണ്ടാവില്ല. നമുക്ക് മൂവ് കിട്ടുവാണെങ്കിൽ വളരെ സ്ലോ ആയിരിക്കും ക്യാൻഡലിൻ്റെ മൂവ് വരുന്നത്. ഐ തിങ്ക് നിങ്ങൾ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെയായിരുന്നു, വളരെ സ്ലോ മൂവ് ആയിരുന്നു. ഓക്കെ, സോ നേരെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയാൽ ആ ഒരു ഗ്യാപ്പ് ഫിൽ ഇവിടുത്തെ ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ 51,500 സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ ഇതിൻ്റെ അബവ് ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, എന്തായാലും രണ്ട് ഇൻഡെക്സിൽ വലിയ മൂവ് എക്സ്പയറി ഞാൻ കാണുന്നില്ല. ഈ എക്സ്പയറി ഓക്കെ തേഴ്സ്ഡേ ഞാൻ കാണുന്നില്ല. ഫ്രൈഡേ ഹോപ്പ്ഫുള്ളി എന്തെങ്കിലും ഒരു മൂവ് നമുക്ക് നോക്കാം. ഓക്കെ, സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു.